സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയും UDFിൻ്റെ വിജയമാണ്. അൻവർ കുറേ വോട്ട് പിടിക്കും എന്നുള്ളത് ബോധ്യമുള്ള കാര്യമായിരുന്നു. അൻവറിന് മുന്നിൽ UDF വാതിലടച്ചോ അതോ ഇനി തുറക്കൂ? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പാർട്ടിയുടെ ഒന്നും ആവശ്യമില്ല. നേതാക്കൾക്കിടയിൽ പടലപ്പിണക്കം ഉണ്ടെന്നുള്ളൊരു വർത്തമാനം നാട്ടിലെങ്ങുമുണ്ട്, മറ്റു പ്രസ്ഥാനത്തിലില്ല. ഈഴവ സമുദായത്തെ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ്. മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ അൻവറുമായി ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ശാന്തതയോടുകൂടി പോകണം, എടുത്തിയാടാൻ പാടില്ല എന്നൊക്കെ ഞാൻ വളരെ സൗമ്യതയോടുകൂടി അദ്ദേഹവുമായി വർത്തമാനം, ഞാനങ്ങ് മുഖ്യമന്ത്രി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇറങ്ങി ചാടിയിട്ട് വല്ല കാര്യവും അങ്ങനെ ആരും ചാടേണ്ട കാര്യമില്ല. തിളക്കമാർന്ന വിജയത്തോടെ നിലമ്പൂരിൽ UDFന് കുതിപ്പ് നൽകിയ മുന്നണി കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ അടൂർ പ്രകാശ്. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. കാരണം UDF കൺവീനറായി ചുമതലയേറ്റ് ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു വലിയ വിജയം നേടി. എന്തു പറയുന്നു ഈ ഒരു വിജയത്തെക്കുറിച്ച്? ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിജയമായി ഞാനതിനെ കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ആണ് അതിൻ്റെ പിന്നിലുള്ളത്. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഭരണം നടത്തുന്ന 9 വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന LDF ഗവൺമെൻറ്റിന് എതിരെയുള്ള ഒരു പൂർണ്ണമായ വിധിയെഴുത്താണ് നിലമ്പൂരിലുണ്ടായത്. അപ്പോൾ നിലമ്പൂരിൽ അങ്ങനെ ഒരു വിധിയെഴുത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചത്. ഇത്രയും ഭൂരിപക്ഷമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ, ഇതിലും കൂടുതലല്ലായിരുന്നു? അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 10,000-ന് മുകളിലുള്ള വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ. ഞാൻ തന്നെ മീഡിയാസ് പലവട്ടം ഞാൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അന്ന് മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, 1-2 ദിവസമാണ് ഞാൻ അവിടെ നിന്ന് വിട്ടു നിന്നിട്ടുള്ളത്. അന്ന് മുതൽ അവർ ഓരോ ആളുകളും എന്നോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ 10,000-ന് മുകളിലുള്ള വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കും എന്ന ആത്മവിശ്വാസമാണ് ഞാനവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും ഇന്നത് വളരെ സന്തോഷപൂർവ്വം അത് 11,000-ലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ, ഞാൻ പ്രതീക്ഷിച്ചതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ കണക്കുകൂട്ടുകൾ എത്രമാത്രം ശരിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആണ് നോക്കിക്കാണാനുള്ളത്. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ഇങ്ങനെ ക്രെഡിറ്റ് പ്രത്യേകിച്ച് ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയും UDFിൻ്റെ വിജയമാണ്. UDFന് ഉള്ള എല്ലാ കക്ഷികളും, അതിന് വലിപ്പ ചെറുപ്പമില്ലാതെ തന്നെ എല്ലാ ഘടകകക്ഷികളും അതിൻ്റെ മുന്നണി പോരാളികളായി അവർ നന്നായി പ്രവർത്തിച്ചു. അത് ആദ്യം മുതൽ അവസാനം വരെയും ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു അവസരം ലഭ്യമായി എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അവിടെ വലിയ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ വേണ്ടി അവർ ഒരുപാട് പണി ചെയ്തവരാണ്. എന്നിട്ട് പോലും പല ആക്ഷേപങ്ങളും ആ കാര്യത്തെക്കുറിച്ചൊക്കെ വന്നു. ആക്ഷേപങ്ങൾ വന്നാൽ തങ്ങളെത്തിയില്ല, തങ്ങൾ അവിടെ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹജ്ജിന് പോയാണ്, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന നേതാവ് വന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അത് ഒരർത്ഥമില്ല. അത് ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ലീഗിൻ്റെ ഒരു പൂർണ്ണ പിന്തുണയും വോട്ടും കിട്ടി. പൂർണ്ണ പിന്തുണ അവർ തുടങ്ങിയ നാൾ മുതൽ അവസാനിക്കുന്നത് വരെയും പരിപൂർണമായ പിന്തുണയോടുകൂടിയാണ് ഞങ്ങളോടൊപ്പം നിന്നത്. അവർ മാത്രമല്ല, എല്ലാ UDFിൻ്റെ കക്ഷികളും. UDF കൺവീനർ എന്നുള്ള നിലയിൽ അഭിമാനിക്കാം. UDFിൻ്റെ എല്ലാ കക്ഷികളും, ഞാൻ വലിപ്പ ചെറുപ്പമില്ലാതെ പറയുന്നു, മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി. ഇപ്പോൾ ഇവിടെ പബ്ലിക് മീറ്റിംഗ് വെക്കുന്നു, അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ വെക്കുന്നു, അവിടെ പോകണം എന്ന് നിർദ്ദേശം കൊടുത്താൽ അവിടേക്ക് പോവുക, അവരൊക്കെ അതിൽ പങ്കെടുക്കുക. ഇതൊക്കെ വരുമ്പോൾ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് കൂടുതൽ പകർന്നു തരികയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാനിതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിക്കാൻ കാരണം, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2-3 ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്, ജയിച്ചാൽ എല്ലാവർക്കുമാണ് ക്രെഡിറ്റ്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ടീം വർക്കിൻ്റെ വിജയമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരു പരിഹാസമുണ്ട്. അത് അദ്ദേഹത്തിന് തോറ്റാൽ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാനാണ് നയിക്കുന്നത്, അത് തോറ്റാൽ എൻ്റെ ഉത്തരവാദിത്വം. മറിച്ച് ജയിച്ചാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥ
അല്ല അസ്വാരസ്യം ഉണ്ടോ? കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു വിഷയമായി UDF തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫേസ് ചെയ്തത് അൻവറിനെ മുന്നണിയിൽ എടുക്കണോ വേണ്ടയോ എന്നതായിരുന്നു. ഇപ്പോൾ അൻവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലൊക്കെ കൂടുതൽ 19,000-ലധികം വോട്ട് പിടിക്കുകയും ചെയ്തു. ഇനി എന്താണ് അൻവറിനോടുള്ള UDFൻ്റെ സമീപനം? ഇല്ല, ആ ഒരു സമീപനത്തെക്കുറിച്ച് ഇപ്പോൾ മറുപടി പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് UDF ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ ഒന്നിച്ചു കൂടിയിരിക്കുക എന്ന് പറയുമ്പോൾ UDF കൂടുന്ന കാര്യം ഞാൻ പറയും, അല്ലാതെ പിന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് കൂടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി UDF ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ആരെയൊക്കെയാണ് പുതിയതായി മുന്നണി കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഇവിടെ അൻവറിനെ കൂട്ടിക്കൊണ്ടുവരേണ്ടതാണോ എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കാതെ ഞാൻ പറയുകയാണ് നാളെ അൻവറിനെ കൂട്ടിക്കൊള്ളാം എന്ന് പറയുന്നത് ഒരു തെറ്റായ നയമാണ്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് ചില കാഴ്ചപ്പാടുകളുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ പോകണമെന്നതിനെക്കുറിച്ച് ഒരു പൂർണ്ണ ചിന്തയും പൂർണ്ണമായ ഒരു രീതിയും ഉള്ളതാണ്. അത് മാറ്റിമറിക്കാൻ പറ്റില്ല. അല്ല, പക്ഷേ UDFൻ്റെ കാര്യം പറയുമ്പോൾ UDF തന്നെ VD സതീശനെയാണ് അവസാനം അൻവറിനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് അവസാനം ആ തീരുമാനം എടുക്കാൻ ചുമതലപ്പെടുത്തിയത്. അന്നേരം കോൺഗ്രസിലെ ഒരു തീരുമാനമാണ് പിന്നീട് അത് മുന്നണിയിലേക്ക് അടിച്ചേൽപ്പിച്ചത്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിൻ്റെ. അന്നേരം കോൺഗ്രസ് തീരുമാനിക്കാതെ ഇനി അൻവറിനെ ഉൾപ്പെടുത്താൻ അല്ല, ഈ വിഷയം സത്യത്തിൽ ഞാൻ UDF കൺവീനർ ആകുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ്. അതിന് മുമ്പ് എന്ത് നടന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ കൃത്യമായി ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു മറുപടി ഇല്ല. അതുകൊണ്ടാണ് എന്നോട് പല ആളുകളും ചോദിക്കുമ്പോൾ ഞാൻ അതിന് കൃത്യമായി മറുപടി പറയാറില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാം. പക്ഷേ ഞാൻ കൺവീനർ ആയതിനു ശേഷം അങ്ങനൊരു തീരുമാനം വന്നിട്ടില്ല. ആ ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അല്ല, താങ്കൾ കൺവീനർ ആയ ശേഷമാണ് അൻവർ ഇങ്ങനെ മത്സരിക്കണമെന്നോ വേണ്ടയോ ആലോചിച്ചുകൊണ്ട് നിന്നത്. അത് മുന്നണിയുടെ അടുത്താൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, അങ്ങനെയല്ല. അത് ഞാൻ കൺവീനർ ആയതിനു ശേഷം അൻവറിൻ്റെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. ആ നിലപാടുകൾ മാറ്റമുണ്ടായപ്പോൾ അൻവറുമായി സംസാരിക്കാൻ എന്നെ കൂടി ചുമതലപ്പെടുത്തി. ഞങ്ങൾ പെട്ടെന്ന് ഒരു യോഗം കൂടി, UDFൻ്റെ ഒരു യോഗം പെട്ടെന്ന് കൂടി ഗൂഗിൾ മീറ്റായിരുന്നു ഞങ്ങൾ നടത്തിയത്. അത് നടത്തുന്ന ഞാൻ അന്ന് വയനാട്ടിലാണ്. ഞാൻ വയനാട്ടിലുള്ള സമയത്താണ് ആ ഗൂഗിൾ മീറ്റ് ഞങ്ങൾ നടത്തി തീരുമാനം. അന്ന് UDFൻ്റെ എല്ലാ കക്ഷികളും, പ്രധാനപ്പെട്ട എല്ലാ കക്ഷികളും അതിൽ പങ്കാളിത്തം വഹിക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ചെയ്തതനുസരിച്ച് എന്നെ ചുമതലപ്പെടുത്തി അൻവറിനോട് സംസാരിക്കാൻ. അപ്പോൾ ഞാൻ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ അൻവറുമായി ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ശാന്തതയോടുകൂടി പോകണം, നിങ്ങൾ ഇങ്ങനെ എടുത്തിയാടാൻ പാടില്ല എന്നൊക്കെ ഞാൻ വളരെ സൗമ്യതയോടുകൂടി അദ്ദേഹവുമായി വർത്തമാനം പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. പക്ഷേ അത് ഞാൻ അവസാന ഘട്ടം വരെയും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ മുന്നണിക്കകത്ത് വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതി തന്നെയാണ്. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം തന്നെയാണ് ഞാനില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത്. അല്ല, അങ്ങനെ അദ്ദേഹം പോകാനൊരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ സതീശനിസം നടപ്പിലാക്കി എന്നാണ്. അല്ല, അദ്ദേഹം അതൊക്കെ പറയുന്നുണ്ട്. അത് നേരത്തെ നടന്ന സംഭവം അറിയില്ല എന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ഞാനൊരു പ്രതികരണത്തിന് ഇപ്പോൾ തൽക്കാലം പറഞ്ഞല്ലോ. ഈ ഗൂഗിൾ മീറ്റിൽ പ്രതിപക്ഷ മുന്നണി UDF മുന്നണിയിലുള്ള ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിയ ശേഷം ഈ അൻവറിനെ കണ്ട് സംസാരിക്കാനായി അങ്ങേ ചുമതലപ്പെടുത്തി സംസാരിച്ച് മുന്നണിയിൽ വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളൊരു സമീപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അതങ്ങനെ അട്ടിമറിക്കപ്പെട്ടത്. അല്ല, അത് അട്ടിമറിച്ചതല്ല. പുള്ളി ആ ഒരു എന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്ത ഒരു തീരുമാനമുണ്ട്. പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ നിശ്ചയിച്ചതിന് ശേഷം ഈ സ്ഥാനാർത്ഥി അല്ല നിർത്തേണ്ടത്, ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ജോയിയെ നിർത്തണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ല. അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് പറഞ്ഞു എന്നുള്ളതാണ്, ജോയിയെ നിർത്തരുത് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്തു പോയില്ലേ. ഞങ്ങളൊരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നതാണ്, ആര്യാട ഷൗക്കത്താണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പാർട്ടി എന്നുള്ള നിലയിൽ തയ്യാറല്ല. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ അൻവർ ഇത്രയും വോട്ട് പിടിക്കുമെന്ന് UDF കണക്കുകൂട്ടിയിരുന്നു. അൻവർ കുറേ വോട്ട് പിടിക്കും എന്നുള്ളത്
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധ്യമുള്ള കാര്യമായിരുന്നു. കുറേ അതിൽ 9 വർഷക്കാലം MLA ആയിരുന്ന ഒരാളാണ്. ആ MLA ആയിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചുകൂടെ ഒരു പരിശോധന നടത്തണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം MLA ആയത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് 2 തവണയും അദ്ദേഹം MLA ആയത്. അപ്പോൾ MLA എന്നുള്ള നിലയിൽ പല ആളുകളുടെയും പല ആളുകൾക്കും അദ്ദേഹം കോൺഗ്രസിൻ്റെ ആയിരുന്നു. അപ്പോൾ പല ആളുകൾക്കും അദ്ദേഹം MLA എന്നുള്ള നിലയിൽ കൊടുത്ത സഹായങ്ങൾ, അപ്പോൾ അദ്ദേഹത്തിന് സമീപിച്ചിട്ടുള്ള നിരവധി ആളുകൾ, അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം എത്രമാത്രം വോട്ട് പിടിച്ചു. ഞങ്ങൾ വോട്ട് പിടിക്കില്ല എന്ന് പറഞ്ഞല്ല പല നേതാക്കളും UDF-ലെ കോൺഗ്രസിലെ അടക്കം പറഞ്ഞത് 10,000-ൽ മേളിൽ പിടിക്കില്ലെന്ന്. ഇല്ല, നമ്മൾ 2 കൂട്ടർ LDF-ഉം UDF-ഉം അത്രയും പ്രതീക്ഷിച്ചുള്ളതാണ് പറയുന്നത്. UDF അത്രയും അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയില്ല. കാരണം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അത്തരത്തിലൊരു വിശകലനം നടത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം കുറേ വോട്ട് പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, 9 വർഷക്കാലം MLA ആയി പ്രവർത്തിച്ച ഒരാളാണ്. അത് LDF-ൻ്റെ ആയിക്കോട്ടെ UDF-ൻ്റെ ആയിക്കോട്ടെ. പക്ഷേ ആ സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനൊരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പല ആളുകളെയും സഹായിക്കാനുള്ള അവസരം കിട്ടും. പല ആളുകളും ചിലപ്പോൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരുപാട് സഹായങ്ങൾ ഏറ്റുവാങ്ങിയ നിരവധി ആളുകൾ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു വിധേയത്വം അദ്ദേഹത്തിന് ഉണ്ടാകും. UDF-ൻ്റെ വോട്ടും ഇല്ലേ? അല്ല, UDF-ൻ്റെ ഉണ്ടാകാം. ഞങ്ങൾ അതിനകത്ത് കണ്ട ഒരു കാഴ്ചപ്പാട്, അൻവർ എത്ര വോട്ട് പിടിച്ചാലും, ഇപ്പോൾ 100 വോട്ട് അദ്ദേഹം പിടിക്കുന്നുവെങ്കിൽ അതിലൊരു 60% വോട്ടും LDF-ൻ്റെ വോട്ടുകളായിരിക്കും. 40% വോട്ട് UDF-ൻ്റെ പോകും. ഇത് തന്നെ ആ ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ മനസ്സിൽ അന്ന് മുതലേ ഉണ്ട്. അത് ഉണ്ടാകും എന്ന് തന്നെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയത്. എന്തായാലും ആ മണ്ഡലത്തിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, അവഗണിക്കാനാകാത്ത ഒരു ശക്തിയാണ് അൻവർ എന്ന് അൻവർ തെളിയിച്ചില്ലേ? അല്ല, അതെ, അൻവറിന് അത് തെളിയിക്കാനൊക്കെ കഴിഞ്ഞു. അത് വേറൊരു കാര്യം. പിന്നെ അൻവർ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണ്ടേ? ഒരു അഭിപ്രായം പറയുന്നിടത്ത് ഉറച്ചു നിൽക്കണം. 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല. 10 മണിയാകുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ മത്സരിച്ച് കളയാം. 11 മണിയാകുമ്പോൾ എനിക്ക് പൈസ ഇല്ല. 12 മണിയാകുന്നുണ്ടെങ്കിൽ പൈസ ഓരോരുത്തർ തന്നു തുടങ്ങി എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോവുക. അങ്ങനെ പോയി എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്ന് അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് മനസ്സിൽ കണ്ടിരുന്നത്. അൻവറിന് മുന്നിൽ UDF വാതിലടച്ചോ അതോ ഇനി തുറക്കൂ? അല്ല, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതേക്കുറിച്ച് അടച്ചിട്ടില്ലെന്ന് പറയാം. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അത് തുറക്കാതെ അല്ല, അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് പറയണം എങ്കിൽ UDF ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കൂടി തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തതിന് ശേഷം UDF കൺവീനർ എന്നുള്ള നിലയിൽ അതേക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം ഞാൻ പറയാൻ തയ്യാറാണ്. അതുവരെയും അഭിപ്രായം പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ മുതിർന്ന നേതാക്കന്മാരെല്ലാവരുമായി ചർച്ച ചെയ്യണം. മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിനകത്തുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ട്, KPCC പ്രസിഡൻ്റുണ്ട്, അതുകൂടാതെ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരുമായി ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനുശേഷം അതോടൊപ്പം തന്നെ UDF-ലെ മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. അതേക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ പറഞ്ഞത്, ഈ അൻവറിനെ അവസാന നിമിഷം വരെയും കൂട്ടാനാണ് താനും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല. മാത്രമല്ല, ഈ കോൺഗ്രസ് അല്ലെങ്കിൽ CPM വിരുദ്ധരായിട്ട് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിൻ്റേതെന്നും അദ്ദേഹം അതിലൊരു നിരാശ തെളിയിച്ച രീതിയിൽ പ്രതികരിച്ചു. ഇല്ല, അത് അദ്ദേഹം പ്രതികരിക്കുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നല്ലോ, അടുത്ത് ഞാനും ഉണ്ടായിരുന്നു. അല്ല, അൻവറിനെ കൂട്ടണമായിരുന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അല്ല, അത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഞാനും കേട്ടു. പക്ഷേ അദ്ദേഹം പിന്നെ ആദ്യം മുതലേ അൻവറൂടെ വരണം എന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ച ആളാണ്. കുഞ്ഞാലിക്കുട്ടിയും ആ താല്പര്യത്തിന് അനുകൂലമായി നിന്നു. പക്ഷേ അവസാനമായി വന്നപ്പോൾ ഇവർ 2 പേരും കൂടി എടുത്ത തീരുമാനം, ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം, അല്ലാതെ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. അവിടെ അന്ന് കൂടിയ മുഴുവൻ ആളുകൾ എന്ന് വെച്ചാൽ നേതാക്കന്മാർ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടി
എന്നാൽ പിന്നെ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് കണ്ടതിന് ശേഷമാണ് എന്നെ ചുമതലപ്പെടുത്തുന്നത്. അല്ല, ഇനിയിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള ഒരു ആശയവിനിമയം മുന്നണിക്കുള്ളിൽ നടത്തിയ ശേഷമേ അക്കാര്യം പുനർവിചിന്തനം ചെയ്യൂ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ കണക്ക് 11 മണിക്ക് ഒരു അഭിപ്രായം പറയുന്നു, 12 മണിക്ക് വേറൊരു അഭിപ്രായം പറയുന്നു, 4 മണിക്ക് ഒരു അഭിപ്രായം പറയുന്നു, രാത്രി വേറൊരു അഭിപ്രായം പറയുന്നു. അങ്ങനെ ഒരാളെ എടുക്കുന്ന മുന്നണിക്ക് തലവേദനയാകില്ലേ? അക്കാര്യത്തിൽ വി ഡി സതീശൻ എടുത്ത നിലപാടല്ലേ ശരി? അല്ല, അത് മാത്രമല്ല, അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു. ജയ്പൂരിൽ സീറ്റ് കൂടെ തന്നാൽ അല്ലല്ല, അതിപ്പോൾ പറഞ്ഞതാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നോന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര വകുപ്പ് പിന്നെ വനം വകുപ്പ് അദ്ദേഹത്തിന് കിട്ടണം, ഇതൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി സ്ഥാനം എനിക്ക് ചോദിക്കാം, അത്രേ ഉള്ളൂ. അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും വേറെ ഒന്നും മനസ്സ് വെച്ചുകൊണ്ടായിരിക്കത്തില്ല അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചോദ്യം, അങ്ങനെ ഒരാളെ ഇനി ഈ മുന്നണി എടുക്കൂ? അല്ല, അതേക്കുറിച്ച് അതല്ലേ ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും കൂട്ടായി ആലോചിക്കുക. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിൽ ഇത് വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് തീരുമാനം വന്നു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഞങ്ങൾ പറയും. ഇപ്പം കൂട്ടായിട്ടാണ് തീരുമാനം എടുത്തതെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇതിലൊരു അഡമൻറ്റ് സ്റ്റാൻഡാണ് എടുത്തത്, അൻവർ വേണ്ട. പക്ഷേ ആ ഒരു നിലപാട് അവസാനം ഇപ്പോൾ വിജയം കൈവരിച്ചില്ലേ? മറിച്ച് UDF എടുത്തിരുന്നെങ്കിൽ ഇത് അൻവറിൻ്റെ കൂടെ വിജയമായി മാറില്ല. അങ്ങനെ ഒരു വാദിക്കാം. മറിച്ച് അൻവറോട് ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം പറയാം. എവിടെ നിൽക്കും? അത് രണ്ട് തരത്തിലും പറയാൻ പറ്റുമായിരുന്നു. അൻവറോട് ഉണ്ടായത് ഭൂരിപക്ഷം ചിലപ്പോൾ വർദ്ധിപ്പിച്ചേനും. അതല്ല, ക്രെഡിറ്റ് മുഴുവൻ അൻവറിന് പോയനായിരുന്നു. അൻവർ ഇപ്പോൾ ഈ ഒരു സ്വഭാവം എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനുള്ളത് കൊണ്ടാണ് ഇത്രയും വോട്ട് പിടിച്ചത് എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പാർട്ടിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ എടുത്ത ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ആരും പുറകോട്ട് പോകുന്നില്ല. അക്കാര്യത്തിൽ അത് മാറ്റണമെന്നുള്ള മുന്നണി തീരുമാനിക്കണം. അത് മുന്നണി തീരുമാനിക്കണം. ഇപ്പം ഞാൻ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു ഇതൊരു ടീം വർക്കാണെന്ന്. പക്ഷേ ഈ ഒരു വിജയം ഇനിയിപ്പം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനു മുമ്പ് ഒക്ടോബർ നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. അത് കഴിഞ്ഞ് 10 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. കോൺഗ്രസ്സിന് ഒരു പ്രതീക്ഷ നൽകുന്ന വിജയമാണിത്. കാരണം ഒരു 3ാം ഭരണ തുടർച്ച എന്നുള്ള ഒരു നരേറ്റീവ് ഇപ്പം LDF മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ഈ വിജയം ഈ കോൺഗ്രസ്സിന് ശക്തി പകരുമോ അതോ ഈ ഇപ്പോൾ അധികാരം കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ ഫൈമി കാമുകർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ സജീവമാകും? ഇല്ല, അത് ഏതായാലും ഭൂരിപക്ഷം വന്നതിന് ശേഷമേ മുഖ്യമന്ത്രിയാകാൻ പറ്റത്തുള്ളൂ. ആരാണ് മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ ഒരു തീരുമാനം വരണമെങ്കിൽ തന്നെ അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. അതല്ലാതെ കണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാനങ്ങ് മുഖ്യമന്ത്രി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇറങ്ങി ചാടിയിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെ ആരും ചാടേണ്ട കാര്യമില്ല. ആര് ചാടിയാലും അത് തെറ്റാണ്. അതിനുള്ള അവസരം ഉണ്ടാകും. ഭൂരിപക്ഷം കിട്ടുന്നു. ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ പിന്നെ ഈ ഹൈക്കമാൻഡും മറ്റും അല്ലെങ്കിൽ പിന്നെ അൻവറിൻ്റെ ഒരു പാർട്ടി പോലെ ആകണം ഞങ്ങളും. അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് ഈ നമ്മുടെ രാജ്യത്ത് ഉള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ സംസ്ഥാനങ്ങളും അടിവേരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലാണത് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈക്കമാൻഡുണ്ട്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ഈ തീരുമാനം ഇന്നതാണ് എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കുക, അത്രയേ ഉള്ളൂ. അതിപ്പം മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നതെന്ന് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ബേബി തന്നെ പറഞ്ഞു കഴിഞ്ഞു. മറുഭാഗത്ത് കോൺഗ്രസ്സിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾക്കിടയിൽ ഒരാശങ്കയുണ്ട്. നിങ്ങളുടെ നേതാവ് ആരാ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അല്ല, അതിനൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല. ഒരാശങ്കയില്ല. ഞങ്ങൾ ആളുകളെ നിർത്തി മത്സരിപ്പിച്ച് വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ആലോചിക്കും. അതല്ലാതെ കണ്ട് ഞങ്ങൾ കാലയെ കൂട്ടി ഇന്ന ആൾ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കാം എന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ പേര് പറയുന്നത്? പിണറായി വിജയൻ്റെ പേര് പറയുന്ന വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ല. പിണറായി വിജയനെ ഭയപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആണ് യഥാർത്ഥത്തിൽ ഇന്ന്. അവർക്കിവിടെ മാത്രം തീരുമാനിച്ചാൽ മതി, വേറെ എങ്ങോട്ട് പോകണ്ട. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ടി വരുന്നില്ല ഇക്കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ അവർക്ക് എന്ത് തീരുമാനമെടുക്കാം. ആ തീരുമാനത്തിലേക്ക് പോകുന്നത് പോലെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ കുറേ കൂടെ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ അവഗാഢതയോടുകൂടി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം. പക്ഷേ എങ്കിലും നേതാക്കൾക്കിടയിൽ പടലപ്പിണക്കം ഉണ്ടെന്നുള്ളൊരു വർത്തമാനം നാട്ടിലെങ്ങുമുണ്ട്. അത് ഇങ്ങനെ വർത്തമാനം ഞാൻ ചോദിച്ചു, കോൺഗ്രസ്സിനകത്ത് മാത്രമേ ഉള്ളല്ലോ ഇത്തരം പഠനപ്പിണക്കം ഉണ്ടേ എന്ന് ഒരു പ്രചരണം കൊടുക്കുന്നത്? മറ്റു പ്രസ്ഥാനത്തിലില്ലേ?
അല്ല, പ്രസ്ഥാനത്തിൽ ഇതുപോലെ പോസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞു മറ്റ് പ്രസ്ഥാനത്തിലില്ലേ എന്ന് എൻ്റെ ഒരു ചോദ്യം, മറുചോദ്യം, CPM-നകത്തില്ലേ? CPM-ലും ഈ ഒരു കീ പോസ്റ്റിന് വേണ്ടി ഇപ്പോൾ അവർ ഓപ്പണായിട്ട് ഒരാളുടെ പേര് സമ്മതിച്ചു. CPM-നകത്തില്ലേ എന്ന് എൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും മറുചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ എല്ലാം പുറത്താക്കി. അവരൊന്നും ഈ ലൈം ലൈറ്റ് ഇല്ലല്ലോ, അവരൊക്കെ ഇപ്പോൾ പുറത്ത് നിൽക്കുകയല്ലേ, അവരെല്ലാം വെട്ടിമാറ്റിയില്ലേ? അത് വെട്ടിമാറ്റിയത് ആരാ? ഞങ്ങളാണോ? വെട്ടിമാറ്റിയത് ഈ CPM വെട്ടിമാറ്റി. CPM വെട്ടിമാറ്റിയെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അദ്ദേഹം തീരുമാനിക്കുന്നതനുസരിച്ച് ഓരോ ആളുകളെയും വെട്ടി മാറ്റി ഒരു കോർണറിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. അദ്ദേഹം തീരുമാനിക്കുന്ന നേതാക്കളെ ഇപ്പോൾ ആ പാർട്ടിയിലുള്ളോ? അത് സംശയം എന്താ? അങ്ങനെ പറയാൻ പറ്റൂ? ആ ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റും. മുഖ്യമന്ത്രി അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? അല്ല, അദ്ദേഹത്തെ ആയിട്ടൊന്നും പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ ആയിരിക്കുമെന്ന് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. അല്ല, അത് പറയാതിരിക്കാൻ അവർക്ക് തന്നെ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ? അല്ല, ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം ലഭിച്ച ശേഷം ഹൈക്കമാൻഡ് ആണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും തമ്മിൽ ആ പദവിക്ക് വേണ്ടി ഒരു വടംവലി ഉണ്ടെന്നുള്ളതൊരു രഹസ്യമായ സത്യമല്ലേ? അതൊരു ചർച്ചാ വിഷയമായി വരുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രധാനമായും UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വിഷയം വരാൻ പോകുന്നില്ല. ആ വിഷയമൊക്കെ നിമിഷങ്ങൾ കൊണ്ട് പരിഹരിച്ച് കാര്യങ്ങൾ പോകും. മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ആരും പനിക്കണ്ടെന്നാണോ? അല്ല, നേരത്തെ കാലേ കൂട്ടി ഞാൻ തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ആരും മുമ്പോട്ട് വരുന്നില്ല. ഈ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് പിണറായിസം നടപ്പിലാക്കുന്നു, മറ്റൊന്ന് സതീശനിസം നടപ്പിലാക്കുന്നു. ശരിക്കും കോൺഗ്രസിൽ സതീശനിസം ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏകാധിപത്യ പ്രവണത അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഘടകകക്ഷികൾ ഇപ്പോൾ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, ഞങ്ങളെ PCC പ്രസിഡന്റ്, അതുപോലെ കൺവീനർ എന്നുള്ള നിലയിൽ ഞങ്ങളെ രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് അതിൻ്റെ ചുമതല വഹിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നാളുകൾ കുറച്ചേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഉടൻ തന്നെ അന്ന് തന്നെ ഞങ്ങൾ പിന്നെ AICC വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇലക്ഷൻ ഡിക്ലറേഷൻ വരുന്നത്. ആ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ആരാകണം എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കുന്നു. ആ തീരുമാനം ഇതിന് ശേഷം 3 മണിക്ക് തീരുമാനം AICC ഞങ്ങൾ അറിയിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം ഇന്നതാണ് എന്ന് AICC അറിയിച്ചു കഴിഞ്ഞപ്പോൾ 4 മണിയായപ്പോൾ അതിൻ്റെ ക്ലിയറൻസ് കിട്ടുകയാണ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ അന്ന് മുതൽ അങ്ങോട്ട് ഓരോ ദിവസവും നിലമ്പൂരിലേക്ക് അങ്ങ് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടി മുന്നണി നേതൃത്വത്തിലുണ്ടായ ഈ അഴിച്ചുപണി അത് സംസ്ഥാനത്തെ സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കുന്നതാണോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രബല സമുദായമായ ഈഴവ സമുദായം, അതിലിപ്പോൾ കഴിഞ്ഞ തവണ താങ്കൾ MLA ആയിട്ട് താങ്കൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം തന്നെ വളരെ കുറച്ച് പേരെ K. ബാബു എന്ന് പറഞ്ഞൊരു MLA ഉള്ളൂ. വളരെ പ്രാതിനിധ്യം കുറവാകുന്നു. KPCC പ്രസിഡൻ്റ് ആകാനും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാനും അവസരം ലഭിക്കേണ്ട ഒരു നേതാവാണ് ശ്രീ അടൂർ പ്രകാശ്. ആ ഒരു അവസരത്തിൽ തട്ടിക്കളയാൻ വേണ്ടി വളരെ ദീർഘവീക്ഷണത്തോടെ ഈ പദവി ഏൽപ്പിച്ചതല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരോട് പറയും? അല്ലല്ല, ഞാൻ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാളല്ല. പാർട്ടി ഏൽപ്പിച്ച ഏത് ജോലിയും ഞാൻ ഏറ്റെടുക്കുന്നു. നാളെ പാർട്ടി എന്നോട് പറയുക ഇതിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുക, മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കും. ഞാൻ ആ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ഞാൻ 5 തവണ കോന്നിയിൽ മത്സരിച്ചു എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 5-ാം തവണ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്നെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞവരും ഉണ്ട്. പാർട്ടിക്കകത്തുണ്ട്. മുതിർന്ന നേതാക്കന്മാരാണ് ഉള്ളത്. അതിലൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷേ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനങ്ങ് ഒഴിവായി നിന്നേനമായിരുന്നു. ഞാൻ ആ ഒരു കാഴ്ചപ്പാട്, ഞാൻ ഏതായാലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഞാൻ KSU മുതൽ തുടങ്ങിയ ഒരാളാണ്. അതെനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് അത് താങ്കളെ വ്യക്തിപരമായിട്ടല്ല, ഇതൊരു ഒതുക്കലാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരിക്കലും. പക്ഷേ ഇതിനു മുമ്പ് KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരനായിരുന്നു. അതുപോലെ ഈ പ്രതിപക്ഷ നേതാവ് മറ്റൊരു സമുദായക്കാരനാണ്. അന്നേരം ആ ഒരു ബാലൻസിങ് ഇത്തവണ ഉണ്ടായോന്ന് ചോദിക്കുന്നു. കേരളത്തിലെ പ്രബല സമുദായത്തെ അവഗണിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. അല്ല, അത് നമുക്ക് വേണമെങ്കിൽ അത് പറയാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്
ആ പ്രബല സമുദായത്തെ കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പോകണം എന്ന് തന്നെയുള്ള ഒരു ചിന്താഗതിയും ഇനിയും വരുന്ന ആളുകളിലുള്ള പ്രവർത്തനവും അത് തന്നെ ഉണ്ടാവും. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ അവഗണന ഈ ജയിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയ വിമർശനം വന്നു. ഈ മുന്നണിയിലെ തന്നെ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും ശക്തനായ ഒരു നേതാവായിട്ട് പറയാവുന്ന CP ജോൺ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറഞ്ഞു കേരളത്തിലെ ഈഴവ സമുദായത്തെ അവഗണിച്ചത് UDF വലിയ തിരിച്ചടി, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞു. അല്ല, CP ജോണിൻ്റെ അഭിപ്രായം ഞാനും ഇത് വായിച്ചതാണ്. CP ജോൺ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു നല്ല പഠനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം അക്കാര്യങ്ങൾ ഒരു ഗവേഷകനെ പോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈഴവ സമുദായത്തെ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് എന്നുള്ള അഭിപ്രായം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പണ്ട് ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയത് എങ്ങനെ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഒരു സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു. ഒപ്പം അന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു മുന്നേറ്റം ഈഴവ സമുദായത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം, പരിശോധിക്കേണ്ട വിഷയം. ഇപ്പം നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ള ഒരു അഭിപ്രായമാണ് താങ്കൾക്കടക്കം ഉള്ളത്. അത് പക്ഷേ ഒരു അടിസ്ഥാന സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂർ ഒരു UDF കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ? അല്ല, അങ്ങനെയാണ് ഈ കഴിഞ്ഞ 2 പ്രാവശ്യം അങ്ങനെ LDF വിജയിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വന്ന അൻവറും കോൺഗ്രസിൽ നിന്ന് വന്ന അൻവർ അല്ല. അവിടെ കോൺഗ്രസിൽ നിന്ന് നേരത്തെ പല ആളുകളും കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ട്, അവർ പുറത്തു പോയിട്ടുള്ളവരുണ്ട്. ഇന്ന് പിന്നെ LDFനകത്ത് നിൽക്കുന്ന പല മന്ത്രിമാരും കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിരുന്ന ആളുകളുണ്ട്. പല മന്ത്രിമാരും, ഒരാളല്ല പല മന്ത്രിമാരും ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ പോയി എന്ന് കരുതി എന്നോ ഒരിക്കൽ ഇവിടെ പിന്നെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ കാണാൻ പറ്റില്ല. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ LDFൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ശ്രീ അൻവർ വിജയിച്ചിട്ട്. പക്ഷേ ആര്യാടൻ മുഹമ്മദ് പലതവണ ജയിച്ച മണ്ഡലമാണ്. ആര്യാടൻ മുഹമ്മദ് 8 തവണയാണ് ജയിച്ചത്. അത് അടിസ്ഥാന സ്വഭാവം UDFൻ്റെ അല്ല, UDFന് അത് പിന്നെ UDFൻ്റെ ഒരു ശക്തമായ ഒരു കേന്ദ്രമായിരുന്നു അത്. ആ ശക്തമായ കേന്ദ്രമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആര്യാടൻ മുഹമ്മദ് 8 തവണ തുടർച്ചയായി അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഒരവസരം വന്നപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ അവസരത്തിലാണ് LDFൻ്റെ സ്ഥാനാർത്ഥി കടന്നു വരുന്നത്. അത് നമ്മളത് കാണണം. അത് തിരിച്ചു പിടിച്ചു. ഇന്നിപ്പോൾ LDFൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കമാണ്. ഈ തുടക്കം എന്ന് പറയുന്നത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തുടക്കമാണ്. ആ തുടക്കം എന്ന് പറയുന്നത് LDF ഗവൺമെൻറ് ഇന്ന് ചെയ്തുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ചെയ്തികളെ നന്നായി വിശകലനം ചെയ്യുന്ന ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. നിലമ്പൂരിലെ ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടപ്പോൾ അതിന് അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നന്ദി ഞങ്ങൾ അവരോട് പ്രകടിപ്പിക്കുമ്പോൾ അവരെങ്ങനെ ചിന്തിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആ ചിന്തയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. നിലമ്പൂർ കേരളത്തിൽ ഒരു വലിയ ഇതായിട്ട് പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. സംശയം 2026 ഒരു പ്രതിഫലനമാണ്. 2026 എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. അതിന് മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളും അത് 1-ാം ഘട്ടം. 2-ാം ഘട്ടം എന്നുള്ളതിൽ 2026 പൊതു തെരഞ്ഞെടുപ്പിലും UDF അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു നാന്ദിയായി മാറിയിരിക്കുന്നു. അതിനൊറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾ, അതിനകത്ത് ജാതി മതം ഒന്നുമില്ല, എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് അതിലേക്ക് കടന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല, ഇപ്പോൾ ഈ UDF ഈ 2026 ആകുമ്പോൾ 10 വർഷമാകും അധികാരത്തിന് വെളിയിൽ നിന്നിട്ട്.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തവണ കൂടി അധികാരത്തിന് വെളിയിൽ നിൽക്കുന്നത് ആലോചിക്കാൻ കഴിയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷവുമായി അവർ ചില ധാരണകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും തെരഞ്ഞെടുപ്പിന് മുമ്പോ പിമ്പോ നടത്താൻ ഇടയുണ്ടെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരമുണ്ട്. ലീഗിനെ ആ നിലയിൽ ലീഗ് അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാകുമെന്ന് കരുതുന്നുണ്ട്. ഞങ്ങൾ ലീഗിലെ ഒരു വിഭാഗം അങ്ങനെ ലീഗിനെ അങ്ങനെ ഒരിക്കലും വില കുറച്ച് കാണുന്ന ആളുകളല്ല. ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ പലപ്പോഴും കൈമാറ്റം നടത്താറുണ്ട്. ആ അഭിപ്രായങ്ങൾ കൈമാറ്റം നടത്തിക്കൊണ്ട് തന്നെ അവരെ ഞങ്ങൾ ഈ മുന്നണിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റവും മുമ്പിൽ നിന്ന് ആരാ? മുസ്ലിം ലീഗ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ മറ്റ് മുന്നണി സംവിധാനത്തിലുള്ള ആളുകൾ ഇല്ലായിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയല്ല. ലീഗിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അല്ല, അതിപ്പോൾ പല അഭിപ്രായങ്ങളും പലപ്പോഴും ഒരാളിനെക്കുറിച്ച് വ്യക്തിപരമായുള്ള അഭിപ്രായങ്ങൾ ഇന്നുള്ള അഭിപ്രായമായിരിക്കത്തില്ല നാളെ ഉണ്ടാകും. അന്നേരം ആ ഒരു എന്താ പറയുക, ആ ഒരു വിമർശനം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ്. അതെ അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണ മരിച്ചുപോയ പ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ന് പോയിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാർട്ടി ജയിച്ചു വച്ചാന്നാണ്. പക്ഷേ അവരുടെ വീട്ടിലൊന്നും പോകാൻ ഈ സ്ഥാനാർത്ഥി തയ്യാറായില്ലെന്നുള്ളൊരു വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇല്ല, അതേക്കുറിച്ചൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ വഴി ഒരുക്കുന്നില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ അത് പല ഘട്ടങ്ങളിലായി അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് പറഞ്ഞതനുസരിച്ച് ഒരു പക്ഷേ അവിടേക്ക് പോകാൻ സ്ഥാനാർത്ഥി പോകാതിരുന്നതാണ്. അതല്ലാതെ തന്നെ സ്ഥാനാർത്ഥിക്ക് പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും വിരോധമുണ്ടായിട്ടോ മറ്റു കാര്യങ്ങളിലല്ല അവിടെ പോയിരുന്നതാണ്. പക്ഷേ അത് മറ്റ് പല ആളുകളുമായി അവരുടെ കുടുംബവുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്യാൻ അല്പം താമസിച്ച് വന്നപ്പോൾ തന്നെ വരുന്നതിന് മുമ്പ് തന്നെ എന്താ ഇത് വന്നത്, പിന്നെ വലിയ ചർച്ചയായില്ലേ, പ്രകാശിൻ്റെ കുടുംബം വോട്ട് ചെയ്യാൻ വരുന്നില്ല. അവസാനം അവർ വോട്ട് ചെയ്തിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി UDF ആണ്, UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ വോട്ട് അതിനു വേണ്ടിയാണ് എന്ന് പരസ്യമായി അവർ പറയത്തില്ലേ? അതെ. ഈ ഇപ്പം UDF എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഘടകകക്ഷി ലീഗാണ്. ഇതിപ്പോൾ അത് കഴിഞ്ഞാലുള്ളൊരു വലിയ ഘടകകക്ഷിയായിരുന്നു മാണി ഗ്രൂപ്പ്. അവരിപ്പം ഇടതുപക്ഷത്തിനൊപ്പമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങളോ ചർച്ചകളോ തുടക്കമിട്ടിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചർച്ചകൾ നടത്തുക മാത്രമല്ല, അവരെ കൂടി ഈ മുന്നണി സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഞാനെന്നല്ല, വ്യക്തിപരമായിട്ടല്ല, ഈ UDF അതിനുള്ള ഒരു നേതൃത്വം ഏറ്റെടുക്കും. അവരെ കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ മാത്രമാകണമെന്നൊന്നുമില്ല. LDF നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ പ്രതീക്ഷിക്കുന്നു? അത് ഞങ്ങളിങ്ങനെ പലരെയും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്യുമല്ലോ, അത് വേണ്ട. അതുകൊണ്ട് പരമാവധി ഞങ്ങൾ ചെറുതും വലുതുമായ പാർട്ടികൾ അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ഈ മുന്നണി സംവിധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്നേരം അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് മാണി ഗ്രൂപ്പ് തിരിച്ചെത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, വരട്ടെ. അപ്പോൾ അങ്ങയുടെ സഹപ്രവർത്തകനായ ശ്രീ ശശി തരൂരിനെ കോൺഗ്രസ് കൈവിടുകയാണോ? അല്ല, ആര് കൈവിടുന്നു? ആരും കൈവിട്ടില്ലല്ലോ. അദ്ദേഹം ഓരോ ദിവസവും കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രശംസിച്ചാണ് സംസാരിക്കുന്നത്. ഇല്ല, അതേക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. അത് പ്രതികരിക്കേണ്ടത് ഞാനല്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ അവർ പ്രതികരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ വേളയിൽ, അതായത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷമാകുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ 50 വർഷക്കാലം തികയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന ഒരു കാലഘട്ടമാണ്. കൊല്ലം ശ്രീനാരായണ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷേ അന്ന് ഇതിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സർക്കാരിനെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് വന്നു. വന്നതിനെ നേരിടുന്നതിന് വേണ്ടിയാണ് അന്ന് യഥാർത്ഥത്തിൽ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ
അത് അങ്ങയുടെ ശ്രദ്ധയിൽ വന്നു അലഹാബാദ് ഹൈക്കോടതി പിന്നെ അതെ, ആ കോടതിയുടെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. ആ കോടതിയുടെ ഉത്തരവ് കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കോടതിയുടെ ഉത്തരവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനിച്ചത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് തന്നെയാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനം എടുക്കുന്ന അവസരത്തിലും തെറ്റായി പോയി എന്ന് ചിന്ത മനസ്സിലുണ്ട് എങ്കിൽ പോലും അത് വേണ്ട, ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. അടിയന്തരാവസ്ഥ തെറ്റായി പോയി അടിയന്തരാവസ്ഥ തെറ്റോ ശരിയോ എന്നുള്ളതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും അതിൻ്റെ പിന്നിൽ അട്ടിമറി നടത്താൻ ശ്രമിച്ചിട്ടുള്ളതിനെക്കുറിച്ചുകൂടെ നമ്മൾ ആലോചിക്കണം. അതാവശ്യമാണ്. അതുകൂടി ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടത്. ഒന്ന്, നമ്പർ 1 എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നീടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വീണ്ടും ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കുമ്പോൾ വിജയിക്കും എന്ന് കരുതിയൊന്നുമല്ല തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. തെരഞ്ഞെടുപ്പിൽ പോയി എങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ്സിന് ജനതാ പാർട്ടി കടന്നു വന്നു. ആ ജനതാ പാർട്ടിക്ക് എന്താ 5 വർഷം ഭരിക്കാനുള്ള അവകാശം കൊടുത്തതാണല്ലോ. അവരിട്ടിട്ട് പോയത് കോൺഗ്രസിൻ്റെ കുറ്റം കൊണ്ടാണ്, ഒന്നുമല്ല. കോൺഗ്രസിൻ്റെ ഒരു ദീർഘകാല തകർച്ചയ്ക്ക് തുടക്കമിട്ടത് അടിയന്തരാവസ്ഥയാണെന്ന് പറയുന്നു. അല്ല, ദീർഘകാല പിന്നെ പിൽക്കാലത്ത് BJP ഇപ്പം അധികാരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് BJP ഇപ്പോൾ പറയുന്നുണ്ട്. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ BJP ഇപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ പിന്നെ ഈ ഇന്ത്യയുടെ മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ ഉള്ള സമയത്ത് അവരെ ആട്ടി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനെ പിന്നെ വേട്ടയാടാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ്. പക്ഷേ എങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് തീരുമാനമെടുത്തത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ആ നേതൃത്വ നിരയിലുള്ള ആളുകളാണ്. ഇന്നിപ്പോൾ അവരെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് വരുന്ന ഈ BJP ഗവൺമെൻറ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ ഉള്ളതെല്ലാം ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓരോ ഭാഗവും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ചരിത്രത്തെ എങ്ങനെ വളച്ചൊടിക്കാൻ കഴിയും, പുത്തൻ തലമുറയുടെ മനസ്സിലേക്ക് എങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും എന്ന് ആലോചിക്കുന്ന ഒരു ഭരണകൂടമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ താങ്കളുടെ ഒരു ചരിത്രം തന്നെ കോന്നിയിലെ ഇടതുപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ട് തുടങ്ങിയ വിജയയാത്ര പിന്നീട് പല തിരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ചു. ആറ്റിങ്ങലിൽ 2ാം വട്ടവും വിജയിച്ചു. അന്നേരം ഈ മുന്നണികളെ ആൾക്കാരെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു മാജിക് അതിവിടെയും താങ്കൾ നിലമ്പൂരിലും പരീക്ഷിച്ചോ? തീർച്ചയായിട്ടും. അല്ല, അത് നേരത്തെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ സന്തോഷകരമായി. അപ്പോൾ അതിനകത്ത് മുന്നണികളെ മാത്രമല്ല, അതുകൂടെ ഞാൻ പറയാം. മുന്നണികൾ മാത്രമാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഞാൻ ഇപ്പോൾ മത്സരിക്കാൻ കോന്നിക്ക് പോയി. കോന്നി ഞാൻ കോന്നിയിൽ മത്സരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്നെ സഹായിച്ചിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിയോ മതമോ ഒന്നും നോക്കാതെ കണ്ട് എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെ ആ കക്ഷിയോ രാഷ്ട്രീയമോ നോക്കിക്കൊണ്ട് ഒരു പ്രവർത്തനവും നടത്തിയില്ല. ജനങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞതുണ്ട്, ആവശ്യപ്പെട്ടതുണ്ട്, ആവശ്യപ്പെടാത്തതുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ആ നാടിന് വേണ്ടി ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് എനിക്ക് ഏറ്റവും അവസാനം 20,790 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ആറ്റിങ്ങൽ ഞാൻ മത്സരിക്കാൻ വന്നപ്പോഴും ഇവിടെ വിജയിക്കുമെന്ന് കരുതി ഞാൻ വന്നതല്ല. എങ്കിലും ജനങ്ങളെല്ലാവരും കൂടി എന്നെ വിജയിപ്പിച്ചു. അറിയാമല്ലോ, അന്ന് ഞാൻ 2ാം തവണ നേരിട്ടത് കേന്ദ്രമന്ത്രിയാണ്. ഒരു ഭാഗത്ത് കേന്ദ്രമന്ത്രി, മറുഭാഗത്ത് ജില്ലാ സെക്രട്ടറി, CPMൻ്റെ ജില്ലാ സെക്രട്ടറി, ഇങ്ങനെ തുടങ്ങി വമ്പന്മാരെ നേരിട്ടുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്ന അവസരത്തിൽ നമ്മൾ ജനങ്ങളെ ആദ്യം വിശ്വാസത്തിലെടുക്കണം. ആ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരും
നമ്മളെയും വിശ്വസിക്കണം. അതല്ലാതെ കൊണ്ട് നമ്മൾ അവരെ വിശ്വാസത്തിലെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാകുന്നില്ല. അവരെയും നമ്മൾ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നതിലെ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തി. ആ തന്ത്രങ്ങളൊക്കെ താങ്കൾ നിലമ്പൂരിലും പയറ്റി. തീർച്ചയായിട്ടും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ പറഞ്ഞ പോലെ 10 മാസമേ ഉള്ളൂ. താങ്കൾ പാർലമെൻറ്റ് അംഗമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കില്ലേ? അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞങ്ങളാരും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ പാർലമെൻറ്റ് അംഗമാണ്. പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന ഒരു അവസരത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പലയിടത്തും അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ രേവന്ത് റെഡ്ഡി MP ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞു. അദ്ദേഹം മത്സരിച്ചു, അവിടെ വിജയം കൈവരിച്ചു. ഇന്ന് അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞതുപോലെ പിന്നെ തീരുമാനമെടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി. പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.